ചട്ടിച്ചോറ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലോട്ട് എത്തിച്ചേരാനുണ്ടായ സാഹചര്യം എന്താണ്? ജീവിക്കാൻ എന്തെങ്കിലും പുതുമ വേണ്ടേ? 100% പേരെ തൃപ്തിപ്പെടുത്താൻ നമ്മളെ കൊണ്ട് പറ്റൂല. യാത്രകളോട് യാത്രകളാ. ഈ പറ്റാത്ത ഈ സൈക്കോളുടെ ഒക്കെ ഒപ്പം എന്തിനും ജീവിക്കാൻ പറഞ്ഞേ? ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൽ ഇന്ന് ഒളിച്ചോടന്താണ്, ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല. 9 വയസ്സ് വരെ വൈക്കം വരാ. എന്റെ വാപ്പാക്കും ഉമ്മാക്കും ജനിക്കുമ്പോ ഇഷ്ടേക്കളത്തിൽ ചായക്കട. ഞാൻ ചെയ്യാത്ത പണിയില്ല. വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളുടെ ഷാലു. ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ അൽസാജിന്റെ ഫ്രണ്ടിലാണ്. സോ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്നല്ലേ? യെസ്, നമ്മളൊരു വിശിഷ്ട അതിഥിയെ കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ എൻ്റെ കൂടെ വന്നോ. ഹലോ, നമസ്കാരം. അപ്പൊ ആള് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. യെസ്, നമ്മുടെ അൽസാജിന്റെ ഓണർ ആയിട്ടുള്ള ഷിയാസ്കയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. അപ്പൊ ആളെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഒരു ലൈഫ് സ്റ്റോറി ഒക്കെ ഉണ്ടാവുമല്ലോ ഒരാളുടെ പിന്നില്, അതറിയാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞാലോ അല്ലേ? അപ്പൊ തുടങ്ങാം, ഇന്റർവ്യൂ തുടങ്ങാം അല്ലേ? ഞാൻ ആദ്യം തന്നെ ഷിയാസ്ഖാനെ കണ്ടപ്പോൾ ഞാൻ ഷിയാസ്ഖാന്റെ കോസ്റ്റ്യൂം സെൻസ് ആണ് നോട്ട് ചെയ്തത്. അടിപൊളി, ഒരു ഗോവ വൈബൊക്കെ അല്ലേ? എന്താണ് ഈ ഒരു കോസ്റ്റ്യൂം സെൻസിന്റെ പിന്നിലുള്ള ഒരു ഇതെന്താണ്? അങ്ങനൊന്നുമില്ല, അങ്ങനെ പണിയെടുത്ത് നടക്കണതാണ്. അപ്പം മുണ്ടാണ് നല്ലത്. പക്ഷെ ഒരു ട്രെൻഡ് ലുക്ക് ഉണ്ടല്ലേ? പണിയെടുക്കാൻ വേണ്ടി വന്ന ആളാന്ന് തോന്നൂല, എൻജോയ് ചെയ്യാൻ വേണ്ടി വന്ന ആളാന്ന് തോന്നും. ശരിക്കും വർക്ക് എൻജോയ് ചെയ്യുന്ന ആളാണോ? അതെ അതെ ആണ്. ഒരു ഓണർ ആയിട്ട് ആളുകൾക്ക് ഇങ്ങനെ ഫുഡൊക്കെ വിളമ്പി കൊടുക്കുമ്പോൾ ഓണർ ഞാനല്ല, എന്റെ അനിയൻ ഇല്യാസ. ഞാൻ ഇങ്ങനെ മെയിനായിട്ടൊക്കെ നോക്കി നടക്കണം. സോ വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ഷിയാസ്കയാണ്. നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഓണറൊന്നും അല്ലാന്ന്. യഥാർത്ഥത്തിൽ പുള്ളി തന്നെയായിരുന്നു കേട്ടോ ഓണർ. ചെറുതായിട്ട് എന്നെ ഒന്ന് പറ്റിച്ചതാണ്. സോ ഷിയാസ്ക, ഈ ഒരു ബിസിനസ് സംരംഭം തുടങ്ങാനുണ്ടായ സാഹചര്യം എന്താണ്? തുടങ്ങാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജംഗ്ഷനിൽ തന്നെ, തോട്ടുമൻ ജംഗ്ഷനിൽ ചെറിയൊരു കടയുണ്ടായി. ഫാത്തിമാസ് ബിൽഡിങ്ങിലായിരുന്നു. അൽസാജിൻ തന്നെയായിരുന്നു പേര്. അപ്പോൾ അവിടെ വരുന്ന ഫാമിലിക്കൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുള്ള ചെറിയ കടയാണ്. അന്ന് അവിടെ നല്ല കച്ചവടമുണ്ട്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടണം. അപ്പം അങ്ങനെ എല്ലാവരും അഭിപ്രായമൊക്കെ മാനിച്ച് നമ്മൾ ഇതെടുത്ത് ഇത് തുടങ്ങി. ഒരു കുറച്ച് നാൾ ഇന്ന് ക്ലച്ച് പിടിച്ചിട്ടില്ല. ശരിയായി വരുന്ന സമയമായപ്പോഴേക്കും കൊറോണ വന്നു. അഡപ്പട്ടലം പണിയിട്ട് ഒരുപാട് കാശ് കടത്തിലേക്ക് പോയി. അപ്പോഴും ഞാനിവിടെ ചൂണ്ടൊക്കെ വിട്ട് ഞാൻ ഇങ്ങനെ ഹാപ്പിയായിട്ട് നടന്നു. ഇത് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മനസ്സ് തകർന്നില്ല. അപ്പൊ ഇത്രയും ഒരു വലിയ സംരംഭം ഉണ്ടാക്കിയപ്പോഴേക്കും കൊറോണ തകർന്നിട്ട് എന്താ കാര്യം? വീടില്ല, വീട് ഓൾറെഡി ലോണായിരുന്നു. ഒരുപാട് പേർക്ക് കാശ് കൊടുക്കാനുണ്ട്. ഞാൻ തകർന്നിട്ട് ഇപ്പം എന്താ കാര്യം? അപ്പം അതിൽ നിന്നൊക്കെ കയറി വരണമല്ലോ. അപ്പം അങ്ങനെ കയറി വരാൻ വേണ്ടി രണ്ടാമത് കൊറോണ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് അസീസ്ക എന്ന് പറയും സ്ഥലത്തിൻ്റെ ഓണർ. സ്ഥലം എൻ്റെ അല്ല. എല്ലാവരും വിചാരം ഞാൻ ഭയങ്കര കാശാരനാണെന്നൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമല്ല. ഒരു 6-7 കൊല്ലമായിട്ടുള്ളൂ നമ്മളിങ്ങനെ ഇതിലേക്കായിട്ട്. സ്ഥലത്തിൻ്റെ ഓണർ അസീസ്ക 6 മാസത്തെ വാടക 1 രൂപ പോലും വാങ്ങിച്ചില്ല. അപ്പോൾ ഒരു പടച്ചോൻ എൻ്റെ മുമ്പിൽ ഒരാൾ ആയിട്ട് വന്നാണ് അസീസ്ക. പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊരു 30 ലക്ഷം രൂപ ബാധ്യത ഉണ്ടായിരുന്നു. പെട്ടെന്ന് കൊടുക്കണ്ട. 86 ലക്ഷം രൂപയോളം ബാധ്യത ഉണ്ടായി. 30 ലക്ഷം രൂപ കൊടുത്താലാണ് എനിക്കിത് തുറക്കാൻ പറ്റുള്ളൂ. അതെനിക്കൊരു കോയക്കാന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു തങ്ങളുണ്ട് ഇവിടെ, ജ്യേഷ്ഠ സഹോദരന കൂട്ടുകാരൻ ഒക്കെയാണ്, വാപ്പാക്ക് തുല്യം, അങ്ങനെയൊക്കെ പറയാം. മൂപ്പരുടെ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ട് എനിക്ക് തന്നു 30 ലക്ഷം രൂപ. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ വന്നത് ടിറ്റു എന്ന് പറഞ്ഞുകൊണ്ട് വ്ളോഗറുണ്ട്. അവൻ വന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത് അവന് 1 രൂപ വാങ്ങിച്ചില്ല. ഞാൻ ഇങ്ങനെ വിളിച്ചപ്പോൾ എല്ലാവരും കുറേ കാശ് വേണമെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ എൻ്റെ കയ്യിലില്ല അന്ന്. അപ്പം ടിറ്റു വന്ന് വീഡിയോ ചെയ്ത് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. പിന്നെ അവിടെ നിന്നാണ് കയറി. പിന്നെ പടച്ചോനും പിന്നെ വരുന്ന ആളുകളുടെ സഹകരണവും സ്നേഹവും ഒക്കെ ആയിട്ട് ഇവിടം വരെ എത്തി. അപ്പം മനസ്സ് തകരാതെ പിടിച്ചു നിന്നത് കൊണ്ട് തന്നെയാണ്. അതെ, അല്ലാതെ ഞാൻ ഒരു കാര്യം ഞാൻ അന്ന് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ കുടുംബം എന്നൊരു ഭാര്യ, മക്കള്, വാപ്പ, ഉമ്മ, അനിയൻ എല്ലാവരും ഇന്ന് ചിലപ്പോൾ ആരും അറിയില്ല, ഒന്നും കാണാനോട്ട് ഉണ്ടാവില്ല. കാരണം ഞാൻ രക്ഷപ്പെട്ട് പോവും. പക്ഷെ അവരുടെ സ്ഥിതി എന്താവും? ഈ മാതിരി കടങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ അവർ വീട്ടാനാ? അപ്പം അങ്ങനെയുള്ള ബാധ്യതകളൊക്കെ. അപ്പോൾ ആത്മഹത്യ അങ്ങനെയുള്ളതൊന്നും നമുക്ക് ചിന്തയല്ല. നമുക്കെല്ലാം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല. ഇവിടെ ആരെയും അൽസായിച്ചൻ്റെ ഷിയാസായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ യൂസുഫ് അലിക്കായിട്ടോ ഒന്നും സൃഷ്ടിച്ചാലല്ലോ. എല്ലാവരും സ്വയം
ശ്രമിച്ചും കഠിനാധ്വാനം ചെയ്താണ് ഉയർച്ചയിലേക്ക് വന്നത്. അത് തന്നെയാണ് നമുക്ക് എല്ലാത്തിനും പരിഹാരം. ഇപ്പം തകർച്ചയിൽ നിന്ന് ഈ ഒരു ഉയർച്ചയിലെത്തി. ഈ ഉയർച്ചയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പഠിച്ച വലിയൊരു പാഠം എന്താണ് ജീവിതത്തിൽ? വലിയ പാഠം എന്ന് പറയുന്നത്, ഒന്ന്, ഞാൻ ഇന്നും വന്ന വഴിയിൽ എനിക്ക് ആരൊക്കെ കൈ തന്നുണ്ടോ അവരൊന്നും ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. ഇന്ന് എൻ്റെ ഒപ്പം അവരൊക്കെ ഉണ്ട്. എനിക്ക് സൗദി അറേബ്യയിൽ ഞാനൊരു 4.5 വർഷത്തോളം നിന്നുണ്ട്. അപ്പം എനിക്ക് ലൈസൻസൊക്കെ കിട്ടാൻ വേണ്ടി സമയം എടുത്തു. ലൈസൻസ് കിട്ടിയാലാണ് കമ്പനി ശമ്പളം തരുള്ളൂ. വണ്ടിയൊക്കെ കിട്ടിയ ട്രെയിലർ ഓടിക്കാനേ ഞാൻ പോയാൽ ഒരു 9 മാസത്തോളം എനിക്ക് ഫുഡൊക്കെ തന്നിരുന്ന പുറത്തുള്ള അതിൽ ഏറ്റവും കൂടുതലുള്ള റസാക്കാന്ന് പറയും. ഞാൻ ആ മൂപ്പര ഞാനിവിടെ വന്ന് മൂപ്പര് നിർത്തി പോയായിരുന്നു, ഞാൻ നിർത്തി വന്നു, ഇവിടെ വന്ന് ഇപ്പം ഞാൻ ഈ നിലയിൽ നിന്നിപ്പോൾ കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ ചെയ്ത് മൂപ്പരെ കണ്ടുപിടിച്ച്. കാരണം എനിക്ക് ഒരുപാട് ഭക്ഷണമായി തന്നിട്ടുണ്ട്, മനസ്സിലായോ? മലപ്പുറത്തിൻ്റെ ഒരു സ്നേഹം എന്നൊക്കെ പറയാം. അപ്പോൾ ആ പുള്ളീനെ കണ്ടുപിടിച്ച് പുള്ളിയുടെ വീട്ടിൽ പോയി, പുള്ളി ഇവിടെ വന്ന് ഫാമിലി ആയിട്ട് ഇപ്പം ഇന്ന് എൻ്റെ ഒപ്പം മൂപ്പരുടെ മകനുണ്ട്. അപ്പം അതേപോലെ ഞാൻ വന്ന വഴിയൊന്നും ഞാൻ മറക്കാം. അത് എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ്. വന്ന വഴി മറന്നാൽ നമ്മളുടെ നിലനിൽപ്പ് പോയി. ഇപ്പം നമ്മ പറയട്ടെ, ഇപ്പം നമുക്ക് തന്നതെല്ലാം നന്മയായാലും എന്തായാലും തന്നത് സമ്പത്താണെങ്കിലും തന്നത് പടച്ചോനാണ്, ദൈവമാണ്. ദൈവം തരുന്നത് എല്ലാം നമുക്ക് പുട്ടടിക്കാൻ വേണ്ടിയല്ല. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പാവപ്പെട്ട ആൾക്ക് ഒരിക്കലും ദൈവത്തിന് എറിഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പം നാട്ടിൽ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യണവർക്കൊക്കെ പുരോഗമനം കൊടുക്കും. ജോലി ചെയ്യണവർക്കാണെങ്കിൽ അവർക്ക് പ്രമോഷൻ കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ എത്താൻ പറ്റില്ല എന്നും പറഞ്ഞ് ഞാൻ കൊടുക്കണമെന്നൊന്നല്ല കേട്ടോ, പറയാൻ വലിയ നല്ല വെള്ളമൊന്നുമല്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ എത്തിക്കുമ്പോഴാണ് പിന്നെ ദൈവം തരും. ഓക്കെ, വളരെ സന്തോഷമുണ്ട് ഈ ഒരു കാര്യങ്ങൾ പങ്കുവെച്ചതിൽ. ഇപ്പം മനക്കട്ടിയില്ലാതെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ. എൻ്റെ ഇവിടെ തൊട്ടടുത്ത് ഒരാഴ്ചയുള്ളൂ ഒരു പയ്യൻ കഴുത്ത് മുറിച്ച് ആത്മഹത്യ ചെയ്തു. എന്താ നിസ്സാര കാര്യമാണ് എന്ന് പറഞ്ഞാൽ ട്രേഡ് ചെയ്തത് എന്തോ 1 ലക്ഷം രൂപ പോയി. അപ്പോൾ വാപ്പാടെ കാശ് ഞാൻ കളഞ്ഞല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് അവൻ എഴുതി വെച്ചേക്കണം, മനസ്സിലായോ? അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ അവർ ചിന്തിക്കണില്ലല്ലോ. 1-2 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പണിയെടുത്ത് ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് പറ്റും, മനസ്സിലാവോ? ഓരോ കൂട്ടുകാരൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ഗെയിം കളിക്കുക, ചിലപ്പോൾ കാശ് പോവും എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മഹത്യയല്ലോ ഒന്നിനും പരിഹാരമല്ലോ. അപ്പം അവൻ രക്ഷപ്പെട്ടു പോയി. എൻ്റെ ഉമ്മ വാപ്പ അവൻ്റെ സഹോദരങ്ങളൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മനസ്സിലാവണ്ടോ? അപ്പം അതൊന്നും ഒരിക്കലും പരിഹാരമല്ല. ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നതാണ്, ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 86 ലക്ഷം രൂപ കടത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ഭാര്യ കുട്ടികൾ ഇപ്പം നിങ്ങളുടെ മുമ്പിലിരിക്കണ ഈ അൽസാജിലെ ഷിയാസ് എന്ന് പറയുന്ന ആൾ വരെ ഇല്ല. അൽസാജ് കിച്ചൺ എന്ന് പറയുന്ന സ്ഥാപനം വരെ ഇല്ല. കാരണം എല്ലാം ബാങ്ക് കൊണ്ടുപോകും, എല്ലാം കൊണ്ടുപോയി. അപ്പം ഞാൻ രക്ഷപ്പെട്ട് പോയി എന്ന് വെച്ചോ, മരിച്ചു. ബാക്കിയുള്ളവരവസ്ഥ എന്താണ്? തീർച്ചയായും അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഒരാൾ മാത്രം രക്ഷപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, ബാക്കിയുള്ള അത് അനുഭവിക്കേണ്ടി വരുന്നത് ബാക്കിയുള്ളവരല്ലേ. തീർച്ചയായിട്ടും ഇപ്പോൾ കുടുംബ ബന്ധങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും, അന്നും പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി ആത്മഹത്യ ചെയ്യാമല്ലോ. അല്ല, ഒരിക്കലും അല്ല. അതിന് പരിഹാരം ഉണ്ടാവുമെന്ന് നോക്കാം, അതിന് മാക്സിമം ശ്രമിക്കുക അല്ലേ. ഇനിയിപ്പോൾ പറ്റൂല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തും പോവാലോ. അതെ, ഇപ്പം ഞാനിവിടെ വന്നു കയറിയപ്പം ഏറ്റവും സന്തോഷമുള്ളൊരു വ്യക്തിയായിട്ട് ഞാൻ കണ്ടേക്കുന്ന ഷിയാസ് ഖാനെയാണ്. ഇവിടെ ചിരിച്ച് കളിച്ച് എല്ലായിടത്തും ഓടി നടക്കുന്ന ആള്. അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം, ഇങ്ങനെ ഒരുപാട് സന്തോഷിച്ച് നടക്കുന്ന ആളുകളുടെ ഉള്ളിൽ വിഷമം ഉണ്ടാവാറുണ്ടെന്നുള്ളത്. എൻ്റെ ഉള്ളിലെ വിഷമം, നിലവിലുള്ള വിഷമം, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് അസുഖമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര വേദനയാണ്. കാരണം അവർ അനുഭവിക്കുന്ന വേദനയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഇതുണ്ടാവും. എനിക്ക് അതൊഴിച്ച് ബാക്കി എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേറൊരു വേദനയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എനിക്ക് സന്തോഷമാണ്, ഞാൻ എപ്പോഴും ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇച്ചിരി സമയം കിട്ടി ഞാൻ ചൂണ്ടിടാൻ പോവും, എല്ലാത്തിനും സമയം കണ്ടെത്തുന്ന ആളാണ്. ഒന്നിനും എനിക്ക് സമയമില്ലായ്മയില്ല. എല്ലാം എൻ്റെ ഭാര്യയുടെ ഒപ്പം കറങ്ങി നടക്കാനും മക്കളുടെ ഒപ്പം നടക്കാനും ഇനി കൂട്ടുകാർ വിളിച്ച കൂട്ടുകാരുടെ ഒപ്പം പോകാനും അവരൊക്കെ എല്ലാ ആവശ്യങ്ങൾക്ക് എല്ലാത്തിനും ഞാൻ പങ്കെടുക്കും. എനിക്ക് സമയമില്ലായ്മയില്ല. സമയമില്ല എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നതാണ്. അത് ഒഴിവൊഴിവ് പറയലാണ് സമയമില്ല എന്ന് പറയുന്നത്. എനിക്ക് എല്ലാത്തിനും സമയമുണ്ട്, അത്യാവശ്യം നമ്മൾ കണ്ടെത്തണമെന്നുള്ളൂ.
ഓക്കെ. ഇപ്പം നമ്മുടെ കേരളത്തിൽ സുലഭമായിക്കൊണ്ടിരിക്കുന്ന ചട്ടിച്ചോറ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അൽസാജ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ അങ്ങനെ ഒരു കോൺസെപ്റ്റിലോട്ട് എത്തിച്ചേരാനുണ്ടായ സാഹചര്യം എന്താണ്? ജീവിക്കാൻ എന്തിനു പുതുമ വേണ്ടേ? മനസ്സിലാവണ്ടോ? ഇപ്പം നമ്മൾ ചട്ടിച്ചോറ് തുടങ്ങുമ്പോൾ ചട്ടിച്ചോറിൽ അത്ര ഐറ്റം, അത് 50 or 100 ചട്ടിച്ചോറ് വിൽക്കണോടത്ത് മുതലാവില്ല. കാരണം അത്ര ഐറ്റം കറികളുണ്ടായില്ല. തീർച്ചയായും. ചെമ്മീനായിട്ടും കൂന്തലായിട്ടും മറ്റേ കക്കിറച്ചിയായിട്ടും അതും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഞാൻ കൊടുത്തു തുടങ്ങിയപ്പോൾ എന്നെ എല്ലാവരും ചീത്ത പറയുമായിരുന്നു. ഈ 230 രൂപക്ക് ഇതെങ്ങനെ മുതലാവും എന്ന് ചോദിച്ചു. കാരണം 10, 20, 50 പോയാൽ മുതലാവില്ല. അതിലുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ തികയില്ല കാശ്. പക്ഷെ ഞാൻ എപ്പോഴും പറഞ്ഞത് നിങ്ങൾ നോക്കിയോ, അതിൽ നിന്നാണ് പിന്നെ നമ്മൾ കയറണ. ചട്ടിച്ചോറാണ് ഫസ്റ്റ് കത്തി കയറണ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വാണ്ടിറ്റി കൂടുതൽ പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ലാഭം കൂടി. മനസ്സിലായി? ലാഭം കിട്ടി തുടങ്ങി. അതുപോലെ തന്നെ പോത്തുംകാല്, നിധിക്കോഴി, പയ്യോളി ചിക്കൻ, നീരാളി, ഇതൊക്കെ അങ്ങോട്ട് കയറി. നീരാളിയൊക്കെ ഉണ്ടോ? ഓ, നീരാളിയാണ് ശരിക്ക് കേരളത്തിൽ എങ്ങും ഉണ്ടായില്ല. അപ്പൊ നീരാളി ഞാൻ കൊണ്ടുവന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ നീരാളി കഴിക്കാൻ വേണ്ടി എല്ലാവരും വരും. നീരാളി കഴിച്ച വയറ് അറിയൊന്നുമില്ല. അത് വെറുതെ ഒരു കൂന്തലൊക്കെ കഴിക്കണതിന്റെ ഒരു ടേസ്റ്റ് ഇത്രേ ഉള്ളൂ. നമ്മൾ ഇതുവരെ കഴിക്കാത്തവരും ഒന്ന് കഴിച്ചു നോക്കാം എന്നുള്ളൂ. അത് കഴിച്ച് വയററിയാതെ അങ്ങോട്ട് ഉണക്കം നോക്കുമ്പോൾ അവിടെ ബെല്ലാരി മന്തി, ഇവിടെ ബീഫ് റാൻ മന്തി, അത് മറിച്ചത്, അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ആൾക്കാർ മേടിച്ച് കഴിച്ച് അങ്ങനെ പിന്നെ റിപ്പീറ്റ് കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് 100% ആളുകളെയും തൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റുമല്ലോ. നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും ഇന്നുണ്ടാക്കണ സൈസ് നാളെ കിട്ടിയെന്ന് വരുമല്ലോ. അപ്പൊ 100% പേരെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് 80% നമ്മൾ ശ്രമിക്കും. ബാക്കി പഠിച്ചോൻ്റെ കയ്യിലാണ്. അതെ. ഇപ്പം ഷിയാസ്ക പറഞ്ഞു, ഷിയാസ്ക വളരെ നല്ല രീതിക്ക് കടബാധ്യതകൾ നേരിട്ടൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഷിയാസ്കയുടെ കൂടെ ഉണ്ടായിരുന്ന ഇട്ടിട്ട് പോയിട്ടുണ്ടോ? എന്നെ ഇല്ല. എന്നെ ഇട്ടിട്ട് പോയിട്ടുണ്ടോന്ന് ചോദിച്ചാ ഇനി അല്ല, നമ്മളത് ഞാൻ പറയാൻ മനസ്സിലായി. മറ്റൊരാളെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ ഞാൻ തയ്യാറല്ല. ഒന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം നിങ്ങൾ കാണുന്ന ഒരാളല്ലായിരുന്നു. ഞാൻ എന്താ പറയുക, എല്ലാ കുറ്റക്കേടൊക്കെ ഉണ്ടായ ഒരാളായിരുന്നു. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഞാൻ ഇപ്പം നിലവിൽ ഞാൻ ഒരാളെ കുറ്റം പറയാനോ ഒന്നിനുമില്ല. അങ്ങനെ പോയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ 30 ലക്ഷം രൂപ എന്ന് പറഞ്ഞ ആള് അതേപോലെ പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് 30 ലക്ഷം രൂപ എനിക്ക് കിട്ടിയേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇതായിട്ട് പോയതാണ്. പോയത് അയാൾക്ക് പോയി, ഇത്രേ ഞാൻ പറയാനുള്ളൂ. കാരണം എൻ്റെ ഒപ്പം നിന്നായിരുന്നെങ്കിൽ വേറെ ആയിരുന്നു. പിന്നെ അവരവരുടെ രീതിയിൽ ഇതായിട്ടുണ്ട്. അത് അവരായിക്കോട്ടെ, നമുക്ക് പരാതിയില്ല ഒന്നിനും. ഞാൻ പറഞ്ഞില്ല, എന്നെ വിട്ട് എൻ്റെ ഒപ്പം ഞാൻ ഒന്നുമില്ലാതിരുന്നപ്പോൾ ഉണ്ടായ അനിയന്മാരൊക്കെ എൻ്റെ ഒപ്പം ഉണ്ട്. എന്നെ വിട്ട് ആരും എൻ്റെ സ്വഭാവത്തിൻ്റെ കുഴപ്പം കൊണ്ടൊന്നും ആരും വിട്ടുപോയിട്ടില്ല. പിന്നെ അവരുടേതായ കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ട് ഒക്കെ പോയേക്കണവരുള്ളൂ. അല്ലാതെ ഞാൻ ആരെയും വെറുപ്പിക്കാറില്ല. കാരണം എൻ്റെ ഒപ്പം വന്ന് പെടുന്നവരൊക്കെ ഇവിടെ ഉണ്ടാവും, എന്നും കൂടെ ഉണ്ടാവും. ഓക്കെ. അപ്പം ഷിയാസ്കയ്ക്ക് ഈ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളൊക്കെ എന്തൊക്കെയാണ്? കാഴ്ചപ്പാടുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സമ്പാദിച്ച് ഒരുപാട് കൂട്ടണം അങ്ങനെയുള്ള ഇതൊന്നുമല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ വിജയത്തിൻ്റെ ഒക്കെ പുറകിൽ എൻ്റെ അനിയൻ്റെ ഇല്യാസ് എന്ന് പറയും, അവനാണ് മെയിൻ ഷെഫ്. അപ്പം ഞാൻ എൻ്റെ ചിന്ത പിന്നൊരു വിജയം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ എൻ്റെ ഒപ്പം കൂടി എൻ്റെ ഭാര്യ ബാനു, അതെൻ്റെ ഒരു വിജയം കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. 2 മക്കൾ, ഉമ്മ വാപ്പ, അതും എൻ്റെ വിജയമാണ്. കാരണം ഉമ്മ വാപ്പയും ഒരു ഇഷ്ടേക്കളത്തിൽ തുടങ്ങിയ ചായക്കടയിൽ നിന്നാണ് ഇവിടം വരെയുള്ള വരവ്. അവർ ശരിക്കും കഷ്ടപ്പെട്ട് വളർത്തിയാണ് നമ്മളെ ഇവിടം വരെ എത്തിച്ചാണ്. അപ്പോൾ അവരൊന്നും മറക്കാൻ പറ്റില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒക്കെ വിട്ടുപോയെന്നും പറഞ്ഞുകൊണ്ട് ഇതാക്കണ്ട. നമ്മുടെ ശരിക്കുള്ള ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇല്യാസ്, അവനാണ് മെയിൻ ഷെഫ്. അവനിങ്ങനെ ഞാൻ പറയണതിനനുസരിച്ച് ഓരോ പരീക്ഷണങ്ങൾ നടത്തിയൊക്കെ ശരിയാക്കി തരും. അതിൽ നിന്നാണ് നമ്മളിങ്ങനെ കയറിപ്പോന്ന. എനിക്ക് ധൈര്യമാണ് അവനുണ്ടെങ്കിൽ. അവനിവിടെ ഉള്ളപ്പോൾ എനിക്ക് ഇപ്പോൾ അറബികൾ വന്നാലും ആര് വന്നാലും അവരുടേതായ ഇഷ്ടത്തിന് സാധനങ്ങൾ ഉണ്ടാക്കി അവൻ തരും. അവനിക്ക് നമ്മൾ ഒരു ഫുഡ് നമ്മൾ ഇന്ന പോലെ ഉണ്ടാക്കണം, ഇന്ന പോലെ സംഭവം ഉണ്ട് എന്നും പറഞ്ഞ് കൊണ്ടുവന്ന് കൊടുത്താൽ അതിനേക്കാൾ നല്ല ഇതായിട്ട് അവൻ എനിക്ക് തിരിച്ചുണ്ടാക്കി തരും. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ അറബികൾ അങ്ങനെയുള്ളവരൊക്കെ വന്നാൽ അവൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യം. അവർക്ക് ഇഷ്ട രീതിയിൽ ഉണ്ടാക്കി കൊടുക്കും, ഫുഡ് തയ്യാറാക്കി കൊടുക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിജയം. അപ്പം ഞാൻ പറഞ്ഞ് നമുക്കൊരു റെസ്റ്റോറൻറ്റ് മതി, ഉള്ളത് കൊണ്ട് ഓണം പോലെ പോവാം. അത് അൽഹംദുലില്ലാ ഇവിടെ വന്നവർക്ക് നമ്മളെ കൊണ്ട് പറ്റണ രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 100% പേരെ തൃപ്തിപ്പെടുത്താൻ നമ്മളെ കൊണ്ട് പറ്റൂല. അത് ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ.
നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നോക്കി ഇത് കൊടുക്കുക. അപ്പം പിന്നെ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുപ്പമുള്ളൂ, അവർക്ക് പുതിയ സംരംഭങ്ങൾ വേണം. അങ്ങനെയാണ് നമ്മൾ കുമ്പളവും ഖത്തറൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ. ഇപ്പം ഖത്തർ അൽഹംദുലില്ലാ ഉഷാറായിട്ട് വന്നു. കുമ്പളം ഉണ്ട്, വൈപ്പിലുണ്ട്. വൈപ്പിലുണ്ടെന്ന് പറഞ്ഞാൽ അതെൻ്റെ ഞാൻ നടത്തിപ്പ് മാത്രമാണ് എനിക്ക് ആയിട്ട് ഇത് വന്നതാണ്. അതിൻ്റെ കൂട്ടുകാർ തുടങ്ങി, അവരെ കൊണ്ട് നടത്താൻ പറ്റൂല എന്നുള്ള രീതിയൊന്നും ഇപ്പോൾ ഞാൻ ഏറ്റെടുത്ത. കുറേ പ്രശ്നങ്ങളുണ്ട്, ഒക്കെ പടച്ചോൻ ശരിയാക്കി തരുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും. ഇപ്പം ഷിയാസ്ക, ഞാൻ കേട്ടിട്ടുള്ള വേറൊരു കാര്യമാണ്, ഇപ്പം സ്വിഗ്ഗി ഡെലിവറി ചെയ്യുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം നൽകുന്നുണ്ടെന്നുള്ളത്. ആ ഒരു തീരുമാനത്തിൽ എത്താനുണ്ടായൊരു സാഹചര്യം എന്താണ്? വളരെ നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അതിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് എൻ്റെ വാപ്പ, ഞങ്ങൾ ചെറിയ കട ഉണ്ടാവുമ്പോൾ മുതൽ ഈ റോട്ടിൽ കൂടെ വരുന്ന, എനിക്ക് അവരെ ഭ്രാന്ത് എന്ന് പറയാൻ പറ്റില്ല, കാരണം അവരെക്കാൾ വലിയ ഭ്രാന്ത് എനിക്കുണ്ട്. അത് ഞാൻ പറഞ്ഞ മനസ്സിലാകുക. ചിലർ എൻ്റെ അടുത്ത് പറയും ഇയാൾക്ക് ഭ്രാന്താന്ന്. ശരിയാണ്, എനിക്ക് ഭ്രാന്തുണ്ട്. എനിക്ക് ചില സമയത്ത് ഞാൻ ഒറ്റക്ക് ചിലപ്പോൾ വല്ല മലയിലൊക്കെ പോയിരിക്കും, ഒറ്റക്ക് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി റോട്ടിൽ കൂടെ പോകുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഒറ്റക്കൊക്കെ പോയി കാലത്തൊക്കെ പോയിട്ട് ഞാൻ ചിലപ്പോൾ വല്ല കലങ്ങുമ്മയൊക്കെ കയറിയിരിക്കും. അതൊക്കെ എൻ്റെ ഭ്രാന്താണ്. അത് മനുഷ്യനാണല്ലോ, ഞാൻ പറഞ്ഞ മനസ്സിലായോ. അപ്പോൾ അവരൊരിക്കലും ഭ്രാന്തെന്ന് ഞാൻ പറയാനുള്ള. അങ്ങനെ നടക്കണവർക്ക് എൻ്റെ വാപ്പ വിളിച്ച് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വാപ്പാടത്തൊരിക്കൽ ചോദിച്ചത് എന്തിനാ ഇങ്ങനെയുള്ളവർക്ക്, നമ്മൾ ചെറുപ്പമുള്ളൂ, ഭക്ഷണം കൊടുക്കുമ്പോൾ വാപ്പ എൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ എൻ്റെ ഒരു ഞരമ്പിനെന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ എന്നെ തള്ളിക്കളയോ, ഞാൻ അതേപോലെ ആവും. അപ്പം നിങ്ങൾ എനിക്ക് ഭക്ഷണം തരാതെ തള്ളിക്കളയോ എന്ന് ചോദിച്ചു. അതൊരു ചോദ്യമാണ്, മനസ്സിലായത്. നമ്മളൊന്നും ഈ ഇരിപ്പ് അടുത്ത നിമിഷം ഉണ്ടാവുമെന്ന് ആർക്കും ഉറപ്പില്ലല്ലോ. ഉണ്ടാ, നമ്മുടെ ഒരു ചെറിയ ഞരമ്പിന് ഒരു പ്രശ്നം പറ്റിയാൽ നമ്മൾ ഭ്രാന്തായി. നമ്മൾ മറ്റുള്ളവരെ ഭ്രാന്താന്ന് വിളിക്കുന്നത് നമ്മൾ ഏറ്റവും വലിയ ഭ്രാന്തനാവും. അപ്പം നമ്മൾ ഈ പറഞ്ഞവരെ തള്ളിക്കളയോ. അപ്പം അവിടെ നിന്നാണ് പിന്നെ എനിക്കിത്. അപ്പം ഞാൻ എൻ്റെ ചെറിയ കട തോട്ടുമോ ജംഗ്ഷനിൽ തുടങ്ങിയപ്പോൾ സ്വിഗ്ഗിയിലെ പിള്ളേരൊക്കെ വരുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാത്തവരാണെങ്കിൽ കഴിക്കാൻ കൊടുക്കും. അതേപോലെ ഞാൻ ഒരു ദിവസം ഒരു കാഴ്ച കണ്ടത്, സ്വിഗ്ഗിയിൽ പറഞ്ഞ ഒരു പയ്യൻ ഒരു പൊറോട്ട മേടിക്കും, ചാറും ഗ്രേവിയും. അപ്പം ഞാനിങ്ങനെ 2-3 പ്രാവശ്യം ശ്രദ്ധിച്ചപ്പോൾ ഇവനെ അങ്ങനെ കഴിക്കണുള്ളൂ. അപ്പം എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ അവൻ വേറെ എവിടെയെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. പിന്നീട് ഞാൻ ഇവനെക്കുറിച്ച് എൻ്റെ അനിയന്മാരുടെ അടുത്തൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് അവൻ്റെ വീടിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത് അങ്ങനെ കഴിക്കണം. പിന്നെ അവൻ വരുമ്പോൾ ഞാൻ എടുക്കണവരുടെ അടുത്ത് പറയും അങ്ങനെ 2 പൊറോട്ട ഇട്ട് കൊടുത്തിട്ട് ഇറച്ചിക്കറിയൊക്കെ ഇട്ട് കൊടുത്തേക്കാൻ. ആ പയ്യനൊന്നും എൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ. ആ, അത് എൻ്റെ ജോലി ചെയ്യണമെന്നൊന്നും പറയാനില്ല, എൻ്റെ ഒപ്പം ഉണ്ട്. എൻ്റെ ഒരു അനിയനായിട്ട് ഇപ്പോഴുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ സ്വിഗ്ഗിയിൽ സൊമാറ്റോയിലൊക്കെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും ഭയങ്കര കഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ പട്ടിണി കിടന്നുണ്ട്, ഒരുപാട് പട്ടിണിയൊക്കെ കിടന്നുണ്ട്. ഈ കുബൂസൊക്കെ വെറുതെ ഈ ഗൾഫിലായിരുന്നു ഇപ്പേ. കുബൂസ് മറ്റേ നമ്മുടെ തൈര് പഞ്ചസാര ഇടും, എന്നിട്ട് അത് മുക്കി തിന്നും. അതൊക്കെ 1 റിയാൽ കൊടുത്ത് അന്ന് 10 കുബൂസായിട്ട് കിട്ടും. 4 പിന്നെ അതൊരു ഇതൊക്കെ സ്ട്രൈക്കൊക്കെ വന്നപ്പോൾ പിന്നെ സൗദിയിൽ അത് 10 ആക്കിയായിരുന്നു ആദ്യം. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. ഇത് 10-20 വർഷം മുമ്പത്തെ കാര്യമാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ വളർന്ന ഞാൻ. അപ്പം നമ്മുടെ ഈ സ്വിഗ്ഗിയിൽ സൊമാറ്റോയിലൊക്കെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90% പേരും വീട്ടിൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് ഓർമ്മ. ആദ്യമൊക്കെ അതിൽ നല്ല പൈസ അവർക്ക് ഓർഡറിന് കിട്ടുമായിരുന്നു. ഇപ്പോൾ വളരെ തുച്ഛമാണ്. അപ്പോൾ ഈ പിള്ളേരൊക്കെ വരുമ്പോൾ കഴിക്കാത്തവരാണെങ്കിൽ ഞാനത് മക്കളെന്തെങ്കിലും വേണമെങ്കിൽ എടുത്ത് കഴിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അത് ആദ്യമേ മൂലമുണ്ട്. അവിടെ എന്ന് പറയുമ്പോൾ എനിക്ക് ശ്രദ്ധിക്കാം, എപ്പോഴും ഞാനവിടെ ഉണ്ടല്ലോ. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ഫ്രണ്ടിൽ പോയി പിള്ളേർ ഫ്രണ്ടിലാണല്ലോ. അപ്പം അങ്ങനെ അവിടെ ഞാൻ അവർക്ക് കാണാൻ പാകത്തിന് വരുന്നവരെയൊക്കെ അറിയിപ്പിക്കാനാണെങ്കിൽ എനിക്ക് ഇവിടെ ഈ എല്ലാവരും വന്ന സ്ഥലത്ത് വെച്ചാൽ മതി ബോർഡ്. ഇത് അവർക്ക് കാണാൻ വേണ്ടി അവിടെ വച്ചത്. ഈ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഏതോ ഒരു പയ്യൻ മഴയത്ത് കയറി നിന്നപ്പോൾ അവൻ കണ്ട് അവനത് കൊടുത്ത് വീഡിയോ ഒക്കെ ഇട്ടു. അതാണ് വൈറലായത്. ഞാനിത് ആരെ അറിയിപ്പിച്ചിട്ടില്ല, ഞാൻ ആരുടെ അടുത്ത് പറയണ്ടെന്നും പറഞ്ഞേക്കുന്നതാണ്. പിള്ളേർക്ക് ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോവാ, അതന്നെ ഉദ്ദേശ. അത് അവരും നമ്മുടെ കുടുംബത്തിൽ പെട്ട തന്നെയല്ലേ. അതേപോലെ ഇങ്ങനെ ചെയ്യുമ്പം സത്യമായിട്ട് ഉള്ളില് ഒരു വളരെ സന്തോഷം. ഞാൻ ഇങ്ങനെ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ ഭയങ്കര സന്തോഷവാനാ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? എനിക്ക് എൻ്റെ കൂടെ ഉള്ളവരുടെ അസുഖങ്ങൾ അവരനുഭവിക്കണ വേദനകൾ ഒഴിച്ച് ബാക്കി ഒന്നിനും എനിക്ക് സങ്കടമില്ല. ഞാൻ പറയില്ലേ, ഞാൻ ഇന്ന് 9 വയസ്സ് വരെ വൈക്കോപ്പര കിടന്നു. 9 വയസ്സ് വരെ വൈക്കോപ്പര. എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും ജനിക്കുമ്പോൾ ഇഷ്ടേക്കളം, ഇഷ്ടേക്കളത്തിൽ ചായക്കട.
ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ചെയ്യാത്ത പണിയില്ല, മനസ്സിലായോ? ഞാൻ ഒരു ഇത് വലിയ സംഭവമായിട്ടൊന്നുമല്ല, ഭയങ്കര ജോലികൾ കഷ്ടപ്പെട്ടും അങ്ങനെയൊക്കെ വന്ന ഞാൻ. അപ്പം എനിക്കിതെല്ലാം ഞാനിപ്പോൾ തൊടൂലാന്ന് വിചാരിച്ച കാറുകളോരും ഞാൻ മേടിച്ച് വീട്ടിലിട്ട്, മനസ്സിലായോ? വീടുകൾ, എന്തും അനിയന്മാർ, ബന്ധങ്ങൾ, എനിക്ക് എല്ലാ സ്ഥലത്തും ബന്ധങ്ങളുണ്ട്. ദുബായിലാണെങ്കിലും ട്രാവൽസ്, സിയാന ട്രാവൽസ്, അച്ചാപ്പു, സലീം കൊടുത്തൂർ, ഷാഫി കൊല്ലം, അങ്ങനെ സെലിബ്രിറ്റികളായിട്ട് കുറേ അനിയന്മാർ, മനസ്സിലാവുന്നുണ്ടോ? ഇത് സെലിബ്രിറ്റികളൊന്നും അല്ലാതെ ഉള്ള അനിയന്മാർ, ചേട്ടന്മാർ, ഇതെങ്ങനെ ഒരുപാട് ബന്ധങ്ങളൊക്കെ എനിക്ക് കിട്ടി. അതിൽ കാശുള്ളവരുണ്ട്, കാശില്ലാത്തവരും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് എൻ്റെ ലാഭമാണ്, ശരിയല്ലേ? വൈക്കോപ്പര കിടന്നോ, എനിക്ക് ഇതൊക്കെ ലാഭമല്ലേ? അപ്പം ഇനിയിപ്പോൾ വൈക്കോപ്പരയിലേക്ക് പോയാലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, ഇത്ര നാളും ജീവിച്ച ലാഭമാണ്. അതാണ് എനിക്ക് പേടിയില്ല, സന്തോഷം എന്ന് പറയണം. ഇതൊക്കെ പോയാലും ഇതിപ്പോൾ നമ്മൾ കാരണവന്മാരെ മുതലൊക്കെ വിറ്റ് നമ്മൾ എന്തെങ്കിലും തുടങ്ങി അത് നശിച്ചു പോയാലുള്ള നമ്മൾ പേടിക്കണ്ടേ? ഇത് ഞാനും അനിയനും പണിയെടുത്തുണ്ടാക്കിയതുള്ളൂ ഞങ്ങളുടെ കയ്യിൽ, മനസ്സിലായോ? എൻ്റെ വാപ്പായും ഉമ്മായും ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ പണിയെടുത്തുണ്ടാക്കിയത് ഞങ്ങളുടെ കയ്യിലുള്ളൂ. ഇത് പോയാലും ഇനി വൈക്കോപ്പരയെ പോയി ഞങ്ങൾ കിടക്കേണ്ടി വന്ന് ഓട്ടോ ഓടിക്കാൻ പോകേണ്ടി വന്നാലും ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറിയ പണി ചെയ്യേണ്ടി വന്നാലും ഞങ്ങൾക്ക് ഇത്ര നാളും ജീവിച്ച ലാഭമാണ്. അപ്പം അതാണ് എന്നെ പഠിപ്പുകൾക്ക് തോപ്പിക്കാൻ പറ്റില്ല, പഠിച്ചവർക്ക് പറ്റും. അതെ. അപ്പം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഷിയാസ്ക് ഒറ്റപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടോയെന്ന് വെച്ചില്ല. കാരണം എനിക്ക് എൻ്റെ ചെറുപ്പം മുതൽ എനിക്ക് കൂട്ടുകാരുണ്ട്, നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. കൂട്ടുകാരെ ഇങ്ങനെ ഒരു ചുറ്റപ്പെട്ട് ഒരുപാട് കൂട്ടുകാരായിട്ട് വളർന്ന ഒരാളാണ് ഞാൻ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ വന്ന് ജീവിതത്തിലേക്ക്, പിന്നെ ഒറ്റപ്പെടലില്ല. ആ എൻ്റെ കുരുത്തക്കേടുകളായ എല്ലാ സ്വഭാവവും മാറ്റിയെടുത്ത എൻ്റെ ഭാര്യയാണ്. അതാണ് ഞാൻ എപ്പോഴും അതെ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ ഒരു മനുഷ്യനാണ്, ഞാൻ പറയണല്ലേ, ഞാൻ നല്ലവനായിരുന്നു എന്ന് ഞാൻ പറയണില്ല. എനിക്ക് ഒരു മനുഷ്യന് വേണ്ട എല്ലാ കുരുത്തക്കേടുകളും ഉണ്ടായിരുന്നു. അതെൻ്റെ ഭാര്യയാണ് എന്നെ മാറ്റിയത്, അതെന്നെ സ്നേഹിച്ചാൽ മാറ്റിയ, മനസ്സിലാവുണ്ടോ? ഒച്ചപ്പാടും വെള്ളം കൊടുത്ത് അത് ചെയ്യുന്നല്ല, അങ്ങനെയായിരുന്നു ഞാൻ അതിനേക്കാളും വലിയ കുരുത്തം കെട്ടുവാനായി പോയാണ്. പക്ഷെ എന്നെ സ്നേഹിച്ചാണ് എന്നെ മാറ്റിയെടുത്തത്. അപ്പൊ സ്നേഹത്തിൽ കൂടെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പൊ ഭാര്യയുടെ കേസ് പറഞ്ഞു, ഇപ്പം ഒരുപാട് ആത്മഹത്യകൾ കാണുന്നുണ്ട്, ഡിവോഴ്സുകളും ഷിയാസ്ക് കാണുന്നുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? അവർക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഒരു ഇത് ഞാൻ കണ്ടിടത്തോളം ഒരു പെൺകുട്ടി അതിനെ കെട്ടിച്ചു വിട്ട് ചിലപ്പോൾ കടവും അതും ഇതൊക്കെ മേടിച്ചായിരിക്കും കെട്ടിച്ചു വിടുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ സ്വന്തം പെൺമക്കളാ നല്ല നിലയിലേക്ക് കെട്ടിച്ചു വിടാനാണല്ലോ ഏത് അച്ഛനായാലും അമ്മയായാലും ബാപ്പയും ഉമ്മയായാലും ആഗ്രഹിക്കാം. അപ്പോൾ കുറെ കടമൊക്കെ മേടിച്ച് ഇച്ചിരി സ്റ്റാറ്റസ് ഉള്ള ലെവലിലേക്ക് കെട്ടിച്ചു വിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇവരനുഭവിക്കണ വേദനകൾ എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണവരും ഉണ്ട്. ഇവരനുഭവിക്കണ വേദനകൾ ആ പെൺകുട്ടിക്ക് തുറന്നു പറയാനുള്ളത് സ്വന്തം അച്ഛൻ്റെ അടുത്ത്, അമ്മയുടെ അടുത്ത്, അല്ലെങ്കിൽ ഉമ്മ അടുത്തും പാപ്പ അടുത്ത്, അല്ലെങ്കിൽ ആങ്ങളമാര് അവരുടെ അടുത്തുള്ളൂ, ശരിയല്ലേ? ആ വീട്ടിൽ ആരുടെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവിടെ അനുഭവിക്കണ വേദനകൾ. അപ്പൊ സ്വന്തം അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ അല്ലെങ്കിൽ വാപ്പയുടെ അടുത്തും ഉമ്മയുടെ അടുത്തോ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണം. അത് തയ്യാറാവാത്തതിൻ്റെ 90% ഇതാണ് ഇവിടെ ആത്മഹത്യകൾ, പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യണതിൻ്റെ പുറകിൽ നിങ്ങൾ നോക്കിയോ. കാരണം വീട്ടിൽ പരാതി പറഞ്ഞിട്ടും പറയാ എന്താന്ന് വെച്ചാൽ അവരെ അച്ഛനും അമ്മ ചിന്തിക്കാന്ന് വെച്ചാൽ കുറെ ബാധ്യതകൾ ഇവൾ കെട്ടിച്ചതിന്റെ പേരിൽ നിൽക്കണം. ഇനി അവൾ ഇവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്നിട്ട് പറഞ്ഞു കൊടുക്കും, മോളെ നീ ആണാണ്, നമുക്ക് ശരിയാവും, എല്ലാം ശരിയാക്കാം, മോളൊന്ന് സഹിക്ക്. അപ്പൊ ആ പെങ്കൊച്ചെന്ത് വിചാരിക്കുക, സഹിക്കണേന്റെ മാക്സിമം അങ്ങ് സഹിച്ചു കഴിയുമ്പോ പിന്നെ അതിന് നിവൃത്തിയില്ല, അങ്ങനെ ചെയ്തു പോകുന്നതാണ് അവര്. അത് ഞാൻ ഒരിക്കലും കുറ്റം പറയൂല. അതിന് ശരിക്കും കുറ്റം പറയണമെന്ന് ഞാൻ പറഞ്ഞില്ല, ഈ മാതാപിതാക്കളാണ്. എന്റെ മോളെ ഞാൻ കെട്ടിച്ചു വിട്ട് ആ ബാധ്യത അങ്ങോട്ട് ഒഴിവായെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവളെ അങ്ങോട്ട് വിളിച്ചു മന്നം, എന്നിട്ട് അവൻ ശരിയാവാനില്ലെങ്കിൽ അവന് ശരിയാക്കാനുള്ള മാർഗം ചെയ്യാൻ പറ്റുമെങ്കിൽ അവന് ഡൈവേഴ്സ് ചെയ്ത് വിട്ടേക്കണം. മനസ്സിലായോ? അല്ലേ ഈ പറ്റാത്ത ഈ സൈക്കോളുടെ ഒക്കെ ഒപ്പം എന്തിനാ ജീവിക്കാൻ പറഞ്ഞേ? നമുക്ക് നേരത്തെ അറിയാൻ പറ്റൂല, കെട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയുള്ളൂ. കെട്ടിച്ച് കഴിയുമ്പോൾ മോള് പറയാണ് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇത് എനിക്കിവിടെ ഭയങ്കര ദുരിതമാണ്. വീട്ടിൽ കൊണ്ടുള്ള ഒരാൾക്ക് ഇപ്പൊ നമ്മൾ വെക്കണ കൂട്ടത്തിൽ ഒരു പിടി ചോറ് കൊടുത്താൽ പോരാ, അതിന് അത് സമാധാനമായിട്ട് ജീവിച്ചോളൂലേ.
അത് ചെയ്യാനിട്ടാണ് ഈ ആത്മഹത്യകളൊക്കെ കൂടണമല്ല, അത് വേറൊന്നുമല്ല. ഞാൻ പഠിച്ചു കൊടുത്തോളാം. ഇനി അതിന് അപ്പുറത്തേക്കാണെന്നൊക്കെ പറഞ്ഞ ആരെങ്കിലൊക്കെ വരും, എനിക്കുണ്ട്. എല്ലാം ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ നിസാരമായിട്ട് കാണുന്ന ഒരാളാണോ ഷിയാസ്ക? അതെ. ഇപ്പം ഷിയാസ്കക്കെതിരെ എത്ര വലിയ പ്രോബ്ലം വന്നു കഴിഞ്ഞാലും ഷിയാസ്ക അത് എങ്ങനെ തരണം ചെയ്യും? ഞാൻ പറഞ്ഞ മനസ്സിലായി. അത് തന്നെ ഞാൻ പറഞ്ഞതിലുണ്ട്. അത് ഉണ്ട്. വൈക്കോപ്പരെ കിടന്നു, എനിക്ക് ഇനിയിപ്പോ എന്ത് പോയാലും ഒന്നും പേടിക്കാനില്ല. അപ്പൊ അത് കാരണം എനിക്ക് എന്തൊക്കെ വന്നാലും, എനിക്കെതിരെ വന്നാലും ഇതില്ല. എനിക്ക് ശത്രുക്കളുണ്ട്, ഞാൻ കാണാത്ത ശത്രുക്കളാ. ഞാൻ ഇന്നുവരെ ആർക്കും, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തിരിച്ചറിവായി ഞാൻ മാറിയിട്ട് ഒരാൾക്കും ഒരു ദ്രോഹം ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ കുറെ ശത്രുക്കളുണ്ട്, അത് ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളാണ്. അത് ചിലപ്പോൾ ഞാൻ നന്നാവണേലുള്ള പ്രശ്നങ്ങളാവാം, ഒന്നുമില്ലായ്മയെന്ന് ഇങ്ങനെ വന്നതിൻ്റെ പ്രശ്നങ്ങളാവാം. പിന്നെ ഞാൻ നടക്കണ കാഴ്ചകൾ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഭാര്യയുടെ ഒപ്പം നടന്നാൽ അത് ഞാൻ വീഡിയോ ഇടും. ഞങ്ങൾ രണ്ടുപേരും നടക്കുന്നതിന് മറ്റുള്ളവർക്ക് എന്താ ഒപ്പം കാണാൻ പറ്റുന്നവർ കണ്ടാ, ഇല്ലെങ്കിൽ കാണണ്ട. പറഞ്ഞു മനസ്സിലായോ? ഞാൻ എൻ്റെ കൂട്ടുകാർ, ഇപ്പോൾ മൊയ്ലിയാക്കന്മാരായാലും എല്ലാവരും എൻ്റെ കയ്യിലുണ്ട്, സ്വാമിമാരും ഉണ്ട്, ഒക്കെ ഉണ്ട്. ക്രിസ്ത്യൻസും ഉണ്ട്, മുസ്ലിമും ഉണ്ട്, ഹിന്ദു ഉണ്ട് എൻ്റെ ഒപ്പം അനിയന്മാരായിട്ട്. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം? ഞാൻ ഇതൊന്നും ചെയ്യാതിരുന്ന ഒരാളായിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഒന്നുമില്ലായ്മയെന്ന് ഇവിടെ അൽസാഹിച്ചൻ, എൻ്റെ ലോകം അൽസാഹിച്ചനായിരുന്നു. ഞാൻ എൻ്റെ വൈഫിനേണ്ടും പോണത് വരെയും ഒരു 3:30 ഇവിടുത്തെ തിരക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ തിരക്ക് 7:30-8 മണിയാവും. ആ സമയത്താണ് പുറത്ത് പോയി ഒന്ന് ലുലുമാളിലൊക്കെ പോയി കറങ്ങിയിട്ട് ഇങ്ങോട്ട് പോരും. അതായിരുന്നു എൻ്റെ ലോകം. ഇവിടുന്ന് എന്നെ പുറത്തേക്ക് കൊണ്ടുപോയത് അച്ചാപ്പു എന്ന് പറയും, ഫ്ലൈ സിയാന എന്ന് പറഞ്ഞ ദുബായിൽ ട്രാവൽസ് ഉണ്ട്, അഷ്റഫ് സിയാന, പുള്ളിയാണ് എന്നെ പുറത്തേക്ക് കൊണ്ടുപോകണം. എന്നെ ലോകം കാണാൻ പഠിപ്പിച്ചത് ചെലിക്ക് അച്ചാപ്പാണ്. അപ്പം അച്ചാപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു, അൽസായിച്ചൻ ഇന്ന് നിങ്ങൾ മരിച്ചുപോയി, മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് നിങ്ങൾ മരിച്ചുപോയി, നാളെ അൽസായിച്ചൻ ഓടൂലെന്ന് ചോദിച്ചു. ശരിയല്ലേ? ഞാനും ആലോചിച്ചു, ശരിയാണ്. അങ്ങനെയാണ് ഞാൻ പുറം ലോകത്തേക്ക് എത്തിയ. പിന്നെ ഇപ്പൊ യാത്രകളോട് യാത്രകളാ. ഇപ്പൊ വെറുതെ നിക്കാറില്ല, അച്ചാപ്പ് വിളിച്ച് അങ്ങോട്ട് പോകും. അപ്പൊ വൈഫായിട്ട് ഇപ്പൊ ഹണിമൂൺ ട്രിപ്പാണ് മൊത്തം. അത് തന്നെ മൊത്തം. ഞാൻ എവിടെ പോയാലും കൊണ്ടുപോകും. അത് ഉമ്മാനെ പാപ്പാനും എല്ലാവരും കൊണ്ടുപോകും. പിന്നെ ഒറ്റക്കും പോകും. ഇപ്പൊ ജീവിതം തന്നെ വളരെ രസകരമായിട്ട്, ഇത്രയും തിരക്കിന്റെ ഇടയിലും ഇത്രയും വിഷമങ്ങളൊക്കെ ആണെങ്കിലും അതൊക്കെ തരണം ചെയ്ത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാള്. എല്ലാവരും ഷിയാസ്കാനെ കണ്ടു പഠിക്കണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഒരുപാട് നല്ല നല്ല പാഠങ്ങൾ ഷിയാസ്കയിൽ നിന്ന് പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിനും ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിനും ഒത്തിരി നന്ദി. താങ്ക് യു. സന്തോഷം.